ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് കുക്ക്ഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡൊണ്ണെ ബിരിയാണി പേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ ഓഫറിൽ വാങ്ങിയതാണ് ഇവരുടെ അടുത്ത് നിന്ന്. 249 റുപ്പീസാണ് ഇതിൻ്റെ MRP വരുന്നതെങ്കിലും എനിക്ക് ഓഫറിന് 170 റുപ്പീസിന് എന്തോ ആണ് കിട്ടിയത്, ഡെലിവറി ചാർജ് ഉൾപ്പെടെ കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 പാക്കിംഗ് ഉണ്ട്. ഒന്ന് ഡൊണ്ണെ ഓയിലും പിന്നെ ഒന്ന് അതിൻ്റെ പേസ്റ്റുമാണ്. ഈ ഡൊണ്ണെ ഓയിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാക്കിയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനായിട്ട് നിങ്ങൾ കുക്കർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം പേസ്റ്റ് ഇവർ കുക്കറിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ കുക്കറില്ലാഞ്ഞതുകൊണ്ട് ഒരു പാനിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് അതിലേക്ക് ചിക്കനും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഈ പേസ്റ്റും ചിക്കനും കൂടി നന്നായിട്ട് വെന്ത് വരണം. ഇത് കുക്കറിലാണെങ്കിൽ ജസ്റ്റ് ഒരു വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ചിക്കൻ അത്യാവശ്യം വെന്ത് വരും കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ജീരകശാല റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ അളവിനോ അല്ലെങ്കിൽ പാക്കിൽ പറഞ്ഞിരിക്കുന്ന അളവിനോ എടുക്കുക, കുറച്ച് നേരം കുതിർത്തുക. അതിന് ശേഷം ഈ ചിക്കൻ കുക്കായിട്ടുള്ളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങളിത് കുക്കറിലാണ് ഇടുന്നതെങ്കിൽ അരിയുടെ അളവൊക്കെ നോക്കണേ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അരി വേവണ വരെ നമുക്ക് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട സാലഡ് ഉണ്ടാക്കാം. സാലഡിന് ആവശ്യമായിട്ട് കുറച്ച് തക്കാളിയും കുറച്ച് സവാളയും അരിഞ്ഞെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സാലഡ് റെഡിയാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രിഞ്ചാൽ ഗ്രേവി ഉണ്ടാക്കുക കേട്ടോ. ബ്രിഞ്ചാൽ ഗ്രേവിയുടെ റെസിപ്പിയും നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കിയാൽ കിട്ടും. സാലഡ് ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പക്കായിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ പുറത്തുകൂടി ആ ഓയിലും കൂടി ജസ്റ്റ് സീസൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുക്ക്ഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറേ അധികം ബിരിയാണി പേസ്റ്റുകളും അവൈലബിൾ ആട്ടോ. കുറേ മസാലാസും അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടും. അപ്പോൾ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് നമ്മളൊരു ഡൊണ്ണെ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യണമെങ്കിൽ അവരുടെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ കയറി വാങ്ങിയാലും മതി.